രാവിലെ എവിടെ പോയി രണ്ടാളും? ഇവിടെ അടുത്ത് കുളത്തിൻ്റെ അടുത്തൊക്കെ. നിന്റെ നാടല്ലേ, ഇഷ്ടമായോ? പിന്നെ നല്ല രസമുണ്ട്. നഫീസ് എന്നായിരുന്നു, ബാക്കി ഞാൻ നോക്കാം. ആ ചേച്ചി ഇരിക്കേ. ഭാസ്കർ എവിടെ പോയി? ഭാസ്കർ ഒരു വീഡിയോ കോൺഫറൻസ് ഉണ്ട്, ഇപ്പൊ കഴിയാറായിട്ടുണ്ടാവും. നമുക്ക് കഴിക്കാം. ആ വേണ്ട. ചെറുപ്പത്തിൽ ഞങ്ങള് സ്ഥിര കുളത്തിലായിരുന്നു. മഴയത് ഭയങ്കര രസമാണ്. വിഷുവിനും ഭാസ്കരനും അവിടെ ചേർന്ന അടിയാ. ആ തുടങ്ങിയോ? ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തുടങ്ങി. നിങ്ങൾ രണ്ടാളും മഴയത്ത് അടി കൂടുന്നതൊക്കെ. അതൊക്കെ ആയിരുന്നു കാലം. പക്ഷേ ഈ മഴ പെയ്യുമ്പോൾ സ്കൂൾ തുടങ്ങും, അത് മാത്രമേ ഉള്ളായിരുന്നു ഒരു കുഴപ്പം. സേതോട്ടം സ്ഥിരം ക്ലാസ് കിട്ടിയായിരുന്നു. അതിൻ്റെ പേരിൽ അച്ഛൻ ദൂരം തല്ലിയിട്ടുണ്ടെന്നറിയാം. അല്ല, ഇത്രയും നല്ല ക്ലൈമറ്റിൽ ക്ലാസ്സിൽ പോയിരിക്കാന്നൊക്കെ പറഞ്ഞാൽ ക്ലാസ് റൂമിലിരുന്ന് മഴ കണ്ടു കഴിഞ്ഞാൽ ഒരു ഡിപ്രഷൻ മൂടാ. അതാ ക്ലാസ്സിൻ്റെ കുഴപ്പം. ആ ഓന് മനസ്സിലായി. അത് മനസ്സിലായി. സ്കൂളും കോളേജൊക്കെ കട്ട് ചെയ്യുന്നതിൽ സ്പെഷ്യലിസ്റ്റ് അല്ലേ അല്ല? അച്ഛാ, ഹരിയും അവൻ്റെ മുത്തശ്ശനും കൂടെ എന്തിനാ വന്നേ? ഒരു സ്ഥലത്തിൻ്റെ കാര്യം സംസാരിക്കാനാ. തെക്കേ കണ്ടില്ല? ആ അതൊന്നും ഞാൻ കൊടുക്കാൻ പോകുന്നില്ല. വിശ്വട്ടെ, ഞാൻ ചോദിക്കാതിരിക്കായിരുന്നു. നിങ്ങൾ ചോദിച്ച പൈസ ഇത്തിരി കൂടുതലല്ലേ? അതെ, കൂടുതലാണ്. അയാളിപ്പോൾ അങ്ങനെ വാങ്ങണ്ട. അതെന്താ? അതെ, ഇതാണ് പണ്ട് മുതലേ കുടുംബത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും നീ അറിയുന്നില്ലല്ലോ. അയാൾ അച്ഛന് കുറച്ച് കാശ് കൊടുക്കാനുള്ള കാര്യം എനിക്കറിയാം. പക്ഷെ ഇപ്പം നല്ലൊരു എമൗണ്ട് അയാൾ പറഞ്ഞ സ്ഥിതിക്ക് അതൊന്ന് കൺസിഡർ ചെയ്തൂടെ? അയാൾക്ക് ആ പ്രോപ്പർട്ടിയിൽ എന്തെങ്കിലും ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉണ്ടാവും. പാവം. പാവോ? ഇയാളോ? പണ്ടത്തെ ഇയാളെ അറിയാം നിനക്ക്? കുട്ടികളിരിക്കുന്നതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. സ്കൂളിൽ പഠിക്കുമ്പോൾ അച്ഛൻ ഇക്കൂട്ടർ ജാതി പറഞ്ഞാൽ വിളിക്കാം. അതൊക്കെ കഴിഞ്ഞു പോയ കാര്യമല്ലേ. ഇപ്പം അവർ നമുക്ക് റെസ്പെക്റ്റ് തരുന്നില്ലേ? ഈ റെസ്പെക്റ്റ് എപ്പോഴാണ് കിട്ടിയത്? അച്ഛൻ കഷ്ടപ്പെട്ട് കുറച്ച് കാശുണ്ടാക്കിയപ്പോഴാണ്. അച്ഛൻ്റെ പേരിലുള്ള ഓരോ തുണ്ട് ഭൂമിയും അച്ഛൻ അധ്വാനിച്ചുണ്ടാക്കിയത് തന്നെയാണ്. അല്ലാതെ അയാൾ പറയും പോലെ തലമുറ കൈമാറുമെന്നൊന്നുമല്ല. ഉള്ളിൻ്റെ ഉള്ളിലോ ഒരു പഴയ പോലെ തന്നെയാണ്. നമുക്കുമില്ല ജാതി സ്പിരിറ്റൊക്കെ. അതിൽ വേറൊരു ജാതിയിലുള്ള ഒരാളെ കൊണ്ട് കെട്ടിക്കുമോ? നിൻ്റെ പഴയ ഒരുമാതിരി വർത്തമാനം പറയില്ല ഭാസ്കര. അതിവിടെ പണ്ട് പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. വർത്താനം പറഞ്ഞ നല്ല വിഷയട്ടാ. നമ്മളെന്തിനാ പഴയ കാര്യങ്ങളൊക്കെ വെറുതെ ഓർത്ത് ഇന്നത്തെ കാലത്ത് ജീവിക്കുന്നു? ഞാൻ പഴയ കാര്യങ്ങൾ ഓർത്ത് ജീവിക്കുന്നതിനാണെങ്കിൽ നീ നിൻ്റെ മുന്നിലിരുന്ന് ഭക്ഷണം കഴിക്കില്ല. അത് കണ്ടോ? അതാണ് രാമനാഥന്റെ വീട്. റിലേറ്റീവ്സാ? അല്ല, നാഗാവലിന്റെ ലവർ. ഓ, അതാരാ? അവരിവിടെ പണ്ട് പെർഫോം ചെയ്യാൻ വന്നിരുന്ന തമിഴ് ഡാൻസറായിരുന്നു. നിങ്ങൾ അപ്പൂപ്പനെ അവർക്ക് താമസിക്കാൻ സ്ഥലം കൊടുത്തു. ഇവിടെയോ? ആ പെട്ടിയുണ്ടോ? അതവരുടെ. എവിടെയുണ്ട് ഇപ്പോ? മരിച്ചു. കൊന്നാന്ന നാട്ടുകാർ പറയുന്നത്. ഹൂതോ? അറിയില്ല. ചിലവര് പറയുന്നു നമ്മളപ്പൂപ്പനാന്ന്. What are you saying? അച്ഛൻ നേരത്തെ പറഞ്ഞില്ലേ കുറെ പഴയ കാര്യങ്ങളെ പറ്റി. ഇതൊക്കെയാ അത്. അത് അച്ഛൻ ഉമ്മച്ചീനെ കല്യാണം കഴിച്ചതിൻ്റെ പ്രശ്നങ്ങളൊക്കെ അല്ലേ? എനിക്ക് ഈ കുടുംബത്തിന് ഒരുപാട് ഡാർക്ക് സീക്രറ്റ്സ് ഉണ്ട്. ഇതാ സിനിമയല്ലേ? I've seen it. മോഹൻലാലിന്റെ മണിച്ചിത്രത്താഴ്. ആ
ഹിന്ദിയിലും കണ്ടിട്ടുണ്ട്. എന്ത് മണ്ടനല്ലേ. മോളെ, ഭാസ്കരൻ ഒരു പാവം കുട്ടിയാ. പക്ഷേ ആ വിശ്വനുണ്ടല്ലോ, ആ സത്താ, ഓൻ പറഞ്ഞത് കേട്ടില്ലേ? അത് ചെറിയമ്മേ അന്നേരത്തെ ഒരു ദേഷ്യത്തിന്റെ പുറത്ത്. എന്ത് ദേഷ്യം, ഓൻ എപ്പോൾ ഇങ്ങനെ തന്നെയാ. കുടുംബത്തിൽ എല്ലാ പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യും, അവസാനം എല്ലാം കൂടി പാവം ഭാസ്കറിന്റെ തലയിൽ ഇടുകയും ചെയ്യും. മോളിപ്പോഴും മുസ്ലിം തന്നെയാ? ഞാൻ മതമൊന്നും മാറിയിട്ടില്ല. താഴെ ആക്കോടായിരുന്നല്ലേ. അതിലുണ്ടായിരുന്നോ അന്നൊക്കെ? ഞാൻ ജനിച്ച കൊല്ലായിരുന്നുണ്ടെങ്കിൽ എൻ്റെ പാരൻസിൻ്റെ മാരേജ്. അത് കഴിഞ്ഞപ്പോൾ തന്നെ അവർ UK പോയി. പിന്നെ 1 വർഷം കഴിഞ്ഞപ്പോഴേക്കും അപ്പൂപ്പൻ മരിച്ചു. അതിനും അച്ഛനെ തന്നെയല്ല എല്ലാവരും ബ്ലെയിം ചെയ്യുന്നത്. പ്രത്യേകിച്ച് എൻ്റെ അച്ഛൻ, പിന്നെ അമ്മൂമ്മ. നിഖിലിൻ്റെ അച്ഛനായിരുന്നു അവരുടെ ഫേവറേറ്റ് എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത് കഴിഞ്ഞപ്പോൾ അതൊക്കെ മാറി. ഇത്ര ഞാൻ പേര് വിളിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ടെങ്കിൽ ചേച്ചിന്ന് വിളിക്കാം. ഇത്ര നേരം പേരില്ലേ വിളിച്ച്? കുഴപ്പമില്ല. സോ പാവം ഭാസ്കർ, എൻ്റെ ഹസ്ബൻഡ് ഇത്ര തങ്കപ്പെട്ട മനുഷ്യനാണെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയണേ. ചെറിയമ്മ ഒരു പ്രത്യേക ടൈപ്പാ. എൻ്റെ അമ്മയെ ശരിക്കും അറിയില്ലല്ലോ. ചെറിയമ്മയുടെ തനി പകർപ്പാ. ഇവർ രണ്ടുപേരും കൂടെ കൂടിയാ കാണുന്ന എല്ലാവരും കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇപ്പം അപ്പുറത്ത് തന്ന ഏട്ടൻ്റെ ഏട്ടത്തിയുടെ അടുത്ത് എന്നെപ്പറ്റി പറയുന്ന കേൾക്കാം. അതെ മിസ്റ്റർ ഭാസ്കർ, 24th റിട്ടേൺ ടിക്കറ്റാണ്. ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഓർമ്മയുണ്ട്. എന്നാൽ അമ്മ ഇപ്പോഴും അങ്ങനെ ബ്രീത്ത് ചെയ്യുന്നെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. നോക്കാം. നാളെയെങ്കിലും കഴിഞ്ഞാൽ മതിയായിരുന്നു. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന നമ്മളെല്ലാം ഭയങ്കര മോശപ്പെട്ട ആൾക്കാരാണോ ഭാസ്കർ? നീ ചിലപ്പോൾ ആയിരിക്കും. ഞാൻ ഭയങ്കര പാവമല്ലേ. എനിക്ക് ചെറിയമ്മയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. അപ്പോൾ ഈ ചെറിയമ്മയുടെ സർട്ടിഫിക്കറ്റ് ലണ്ടനിൽ പോയിട്ട് മോർഗേജ് ലോൺ അടയ്ക്കാൻ ഉപയോഗിക്കണേ.